നമസ്കാരം. മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കിവാണ നടനായിരുന്നു ദിലീപ്. ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു. ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളെക്കാൾ പണം വാരിയ ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു. ഒരു സാധാരണ മിമിക്രി കലാകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല. സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലപൊത്തിയപ്പോഴും പ്രേക്ഷകരെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി. സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു. താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ദിലീപിനെ നായകനാക്കി ഷാജി കൈലാസ് ഒരുക്കിയ സിനിമയായിരുന്നു ഡോൺ. ദിലീപ് ഗ്യാങ്സ്റ്റർ വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഡോൺ. എന്നാൽ നേരത്തെ ദിലീപിനെ വെച്ച് താൻ ചെയ്യാനിരുന്നത് മറ്റൊരു സിനിമയാണെന്നും ഈ സിനിമ ചിലർ അടിച്ചു മാറ്റിയതിനാൽ തട്ടിക്കൂട്ടിയ സിനിമയാണ് ഡോൺ എന്നുമാണ് നിർമ്മാതാവ് എസ് ചന്ദ്രകുമാർ പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഡോൺ ദിലീപ് നമ്മളെ ചന്ദ്രനല്ലേ എന്ന് പറഞ്ഞു തന്ന സിനിമയായിരുന്നു. എന്നെക്കാളും വലിയവർ ഡേറ്റിനായി പിന്നാലെ നടക്കുന്ന സമയമാണ്. ദിലീപുമായി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലം മുതലുള്ള ബന്ധമാണ്. ഹിറ്റായി നിൽക്കുമ്പോഴാണ് എനിക്ക് ഡേറ്റ് തന്നത്. ദിലീപിനെതിരെ ഞാൻ ഒന്നും പറയില്ല. എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ്. പടം ഹിറ്റായാലും നഷ്ടം വന്നാലും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്റെ വിധി. അവർക്ക് പിന്നെയും സിനിമ കിട്ടും, എനിക്ക് കിട്ടില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച കഥ സൂപ്പറായിരുന്നു. ജെ പള്ളാശ്ശേരി സാറാണ് കഥ എഴുതിയത്. നമ്മളത് വേറൊരു സ്ഥലത്ത് പോയി പറഞ്ഞതിന് ശേഷം വേറെ 2 പേർ ആ കഥ അടിച്ചുകൊണ്ട് പോയി. അത് പിന്നീട് ചെസ് എന്ന സിനിമയായി ഇറങ്ങുകയും ചെയ്തു. ത്രെഡ് ഒന്നായിരുന്നു. നമ്മൾ ആരോടെങ്കിലും പോയി കഥ പറയുമ്പോൾ പോകുന്നത് നമ്മുടെ ജീവിതമാണ്. പള്ളാശ്ശേരി സാർ എനിക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്ന ആളാണ്. പക്ഷെ എന്റെ 2ാമത്തെ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കാൻ സാധിച്ചില്ല. പണത്തിന് പണം തന്നെ വേണം. ഒരു സിനിമ നടക്കുമ്പോൾ ഒരു ദിവസം 15 ലക്ഷം രൂപയുടെ ചെലവുണ്ടാകും. ചെലവ് മാത്രം, നടന്മാരുടെ പ്രതിഫലം വേറെ. അത് വെച്ച് 60 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യും. അത് 100 ആയാൽ എന്തു ചെയ്യും? ഒരു സംവിധായകൻ എന്നോട് 60 ദിവസമാണ് പറഞ്ഞത്. ഷൂട്ടിംഗ് കഴിയുമ്പോൾ 120-150 ദിവസമായാൽ ഞാൻ എന്തു ചെയ്യും? ആ പണമേ വേണ്ടെന്ന് വെച്ചു. അയാളിൽ നിന്നും അഡ്വാൻസ് തിരികെ വാങ്ങിച്ചെടുക്കാൻ പെട്ട പാട് എനിക്കും ദൈവത്തിനും അറിയാം. അയാളുടെ പടം ഹിറ്റാവുകയും ചെയ്തു. അതാണ് ജനഗണമന. അതിനു മുമ്പേ ഞാൻ കൈ കൊടുത്തതായിരുന്നു. മൂൺവാക്കർ എന്ന സിനിമ ചെയ്യാനിരുന്നതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റൊരു സംവിധായകനുണ്ട്, ലാൽ ജോസിനെ വെച്ച് സിനിമ എഴുതിയ വിജീഷ്. അയാൾ എനിക്ക് 5 ലക്ഷം രൂപ തരാനുണ്ട്. ജീവിതത്തിൽ ഫോൺ എടുക്കില്ല. പിന്നെയാണ് അറിയുന്നത് അയാൾ ലോക തരികിടയാണെന്ന്. പക്ഷെ എന്റെ പൈസ ഞാൻ എങ്ങനെയും വാങ്ങിച്ചെടുക്കും. അതിന് ഇനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി. ദിലീപിന്റെ പുറകെ ഒന്നും അധികം നടക്കേണ്ടി വന്നിട്ടില്ല. കൂടുതൽ റിസ്ക് എടുത്തത് ചിപ്പിയുടെ ഭർത്താവായ രഞ്ജിത്തേട്ടനാണ്. ദിലീപ് ഒന്നും എന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്റെ വിവരക്കേട് കൊണ്ട് ദിലീപിനെതിരെ ഞാൻ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സഹിക്കാൻ പറ്റാത്തത് ഇവരുടെ കൂടെ വരുന്നവരെയാണ്. മന്ത്രിക്ക് കാണില്ല എത്ര ഡിമാൻഡ്. ആദ്യം വരുമ്പോൾ വെറും പാവമായിരിക്കും. പിന്നെ ഇപ്പോൾ കാണാൻ പറ്റില്ല, സാർ ഡിസ്കഷനിലാണ്, തിരക്കിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായി വിഷമിപ്പിച്ചു കളയുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ദിലീപിന്റെ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാൽ നടി കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിന് ശേഷവും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിൽ പോയതോടുകൂടിയും വിവാദങ്ങളും വിമർശനവും കൂടിയിരിക്കുകയാണ് ദിലീപിന്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേർ നിരവധി കാര്യങ്ങളാണ് യൂട്യൂബിൽ പലതും പ്രചരിച്ചിരുന്നത്. ഇതേക്കുറിച്ച് പലതവണ പരിഹാസ രൂപേണ ദിലീപ് സംസാരിച്ചിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ദിലീപിന്റെ വരാനിരിക്കുന്ന പ്രൊജക്ടുകളിലാണ് ദിലീപ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. ഇപ്പോൾ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ബബ്ബ ബബ്ബ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ബബ്ബയുടെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് സിനിമകളിലെ നൃത്ത സംവിധായകനും നടനുമായ സാൻഡി മാസ്റ്ററും കൊമേഡിയൻ റെഡിങ് കിങ്സ്ലിയും അഭിനയിക്കുന്നുണ്ടെന്നാണ് വിവരം.